ഹലോ മക്കൾ, സൈലത്തിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന ജെക്കെയാണ് നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എൻ്റെ പൊന്നു മക്കൾസേ, ഇനി അടുത്ത എക്സാമിൻ്റെ കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്സിനകത്ത് ഞാനിന്നൊരു ചെറിയൊരു പരീക്ഷയുമായിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. എൻ്റെ പൊന്നു മക്കൾസ്, നിങ്ങൾ കാണുന്ന എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക, അതോടൊപ്പം തന്നെ പേനയും സെറ്റാക്കി റെഡി ആയിട്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേവ് മോഷൻ, തരംഗചലനം എന്ന ചാപ്റ്റർ പൊതുവെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ രേഖപ്പെടുത്തുക. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി ആ മാർക്ക് എന്ത് ചെയ്യുക, ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം താഴെ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനും റെഡി. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എൻ്റെ പൊന്നു മക്കൾസ്, നമ്മൾ ചെയ്യുന്നത് യൂണിറ്റ് ടെസ്റ്റ്. ഈ യൂണിറ്റ് ടെസ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്ന 20 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരിക അതേ രൂപത്തിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പൊന്നു മക്കൾസ്, നിങ്ങളെല്ലാം റെഡിയാണെങ്കിൽ ആർക്കൊരു കുഴപ്പവും ബുദ്ധിമുട്ടും മനപ്രയാസമില്ലല്ലോ. ഓക്കെ, സെറ്റാണല്ലോ. അങ്ങനെയൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. പരിശുദ്ധമായ മനസ്സോടുകൂടി പരിശുദ്ധമായ വാക്കുകളിലേക്കും പരിശുദ്ധമായ സ്ക്രീനിലേക്കും ഞാൻ നിങ്ങളെ ആവാഹിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തരംഗചലനം. ഈ ഒരു ചാപ്റ്റർ പൊതുവെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിനകത്ത് വേവ് മോഷനകത്ത് 20 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. എപ്പോഴും പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒരു ഫൈൻഡ് ദ റിലേഷൻ, ശരിയായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ, കൂട്ടത്തിൽപ്പെടാത്ത കണ്ടെത്തുക. അങ്ങനെയുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ പൊന്നു മക്കൾസ്, അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ റിലേഷൻ. നമുക്കിവിടെ തന്നിട്ടുണ്ട് ഫ്രീക്വൻസി, അല്ലേ, ആവൃത്തി, ഹെഡ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വേവ് ലെങ്ത്തിൻ്റെ ആൻസർ ഏതാണ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ആവൃത്തി എന്ന് പറഞ്ഞാൽ ഹെഡ്സ് നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. താഴെ തന്നതിൽ നമ്മളുടെ തരംഗദൈർഘ്യം, അതിൻ്റെ ആൻസർ എന്താ? പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും പേപ്പർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മൾ ആൻസർ എന്തായിരിക്കും? വേവ് ലെങ്ത്ത്, തരംഗദൈർഘ്യം, ദൈർഘ്യമാണല്ലേ. അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മീറ്ററിന് എഴുതിയാൽ നിങ്ങൾക്കൊരു മാർക്ക് ഷുവറാണ്. എല്ലാവർക്കും ആ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്, കംപ്രഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. അനുദൈർഘ്യ തരംഗം, അതിൻ്റെ നേരെ എന്ത് കൊടുത്തിട്ടുണ്ട്? മർദ്ദമേഖല എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ താഴെ എന്താ കൊടുത്തിട്ടുള്ളത്? ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗം. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഒരു അനുദൈർഘ്യ തരംഗത്തിൽ മർദ്ദം കൂടിയ മേഖല, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് കംപ്രഷൻ കൊടുത്തു. അങ്ങനെയെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിൽ ആ കംപ്രഷൻ ഈക്വൽ ആയിട്ടുള്ള ഏതായിരിക്കും? പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ, ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ആൻസർ എന്തായിരിക്കും? ക്രസ്റ്റ് ആണ് അല്ലേ, അതായത് ശൃംഗം എന്നൊക്കെ പറയും. നമ്മൾ ആൻസർ ഏതായിരിക്കണം? ശൃംഗം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്കോ, റിഫ്ലക്ഷൻ. എന്താണ് എക്കോ എന്ന് കൊടുത്തിട്ടുണ്ട്? അവിടെ റിഫ്ലക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രതിധ്വനി, പ്രതിഫലനം എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രതിധ്വനി, എക്കോ, കേട്ട ശബ്ദം വീണ്ടും കേൾക്കുക അല്ലേ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അതാണ് എക്കോ. അപ്പോൾ പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ പ്രതിഫലനം എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അനുരണനം, ഇവിടെ ആൻസർ എന്തായിരിക്കും? പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. എക്കോ, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ റിവർബറേഷൻ എന്തായിരിക്കും? ആൻസർ എന്തായിരിക്കും? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. എന്തായിരിക്കണം? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. ആവർത്തന പ്രതിഫലനം, അതാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ പൊന്നു മക്കൾ, ആദ്യത്തെ 3 ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 3 മാർക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആണ്. നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അതായത് കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. നമുക്ക് കുറേ പോയിന്റുകൾ തരും, അതിൽ ഏതോ ഒന്ന് അതിൽ പെടാത്തതായിരിക്കും. അതാണ് നമ്മളെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ചോദ്യത്തിലേക്ക് നോക്കുക. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. നമുക്ക് തന്ന പോയിന്റുകൾ ഏതൊക്കെ ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. ലൈറ്റ് വേവ് അല്ലേ, പ്രകാശ തരംഗം. റേഡിയോ വേവ്സ്, റേഡിയോ തരംഗം തന്നിട്ടുണ്ട്. പിന്നെ സൗണ്ട് വേവ്, അവിടെ ശബ്ദതരംഗം. ഇൻഫ്രാറെഡ് വേവ്സ്, ഇൻഫ്രാറെഡ് തരംഗം. ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ, ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ എന്നാണ്. ഒരു കൺഫ്യൂഷനും വേണ്ട മക്കളെ, നിങ്ങൾ ആൻസർ എഴുതിയത് ശരിയാണ്. ഏതായിരിക്കും? ശബ്ദതരംഗം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗം, അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സ്, യാന്ത്രിക തരംഗം എന്നൊക്കെ പറയാം. പക്ഷേ ശബ്ദതരംഗം എന്ന് പറഞ്ഞാൽ അതേതായിരിക്കണം? അതൊരു ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്, അനുദൈർഘ്യ തരംഗമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ
ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പം നമുക്കിതിൽ തന്നിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ശബ്ദ തരംഗമായിരിക്കും. ക്ലിയർ ആണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ്. അങ്ങനെയെങ്കിൽ ഇതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും വായിച്ചു നോക്കാം. മെഗാഫോൺ സ്റ്റെതസ്കോപ്പ് അല്ലേ, സ്റ്റെതസ്കോപ്പ് ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ്. മെഗാഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ അല്ലേ, പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലാറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയൂലേ, ഹലോ എന്നൊക്കെ പറയില്ല, ആ ചെറിയ അതാണ് മെഗാഫോൺ എന്നാണ്. സ്റ്റെതസ്കോപ്പ്, പിന്നെ സോണോമീറ്റർ, എന്തൊക്കെയൊരു പ്രശ്നമുണ്ട് അല്ലേ, സൗണ്ട് ബോർഡ്. അങ്ങനെയെങ്കിൽ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതായിരിക്കും? ഒന്നുമില്ല, ഒരു കൺഫ്യൂഷൻ വേണ്ട. മെഗാഫോൺ അവിടെ ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിഫലനമാണ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. സ്റ്റെതസ്കോപ്പ് ഡോക്ടർമാർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ചെസ്റ്റ് ഭാഗത്തൊക്കെ വെച്ച് ഇങ്ങനെ ടും 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 ആ ഒരു ഹൃദയം പിടിപ്പ് ശബ്ദം കേൾക്കുന്നത്, അതും ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിഫലനമാണ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. ഇനി സൗണ്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ സൗണ്ട് തട്ടിയിട്ട് തിരിച്ചു വരികയാണ്, അതും റിഫ്ലക്ഷൻ തന്നെ. പക്ഷേ സോണോമീറ്റർ എന്ന് പറഞ്ഞാൽ ശബ്ദവുമായി ബന്ധപ്പെട്ടൊരു ഉപകരണമാണ് അല്ലേ. അപ്പോൾ ഇതിൽ പെടാത്ത ഏതായിരിക്കും? സോണോമീറ്റർ. ഒരു കൺഫ്യൂഷൻ വേണ്ട, സോണോമീറ്റർ. അപ്പോൾ ആദ്യത്തെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ റിലേഷൻ, ശരിയായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ഈ രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഇതും ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. അപ്പം നേരത്തെ ഒരു 3 മാർക്കും ഇപ്പോഴത്തെ ഒരു 2 മാർക്ക്, അങ്ങനെ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ എൻ്റെ പ്രത്യേക അഭിനന്ദനം. തെറ്റിയ ആളുകൾ പേടിക്കേണ്ട, ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, തെറ്റായ പ്രസ്താവനകൾ എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റ് ചെയ്യണം, ശരിയാക്കി എഴുതണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ഇവിടെ നോക്കൂ, കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ശരിക്കും മനസ്സ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് ഒരുമിച്ച് വായിച്ച് കേൾക്കട്ടെ. ഡ്യൂറിങ് മൺസൂൺ സൗണ്ട് ഫ്രം ദ ലോങ്ങർ ഡിസ്റ്റൻസ് ക്യാൻ ബി ഹിയേർഡ് എന്നാണ് അല്ലേ. മൺസൂൺ സമയത്ത് കൂടുതൽ ദൂരത്തു നിന്നുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കേൾക്കുന്നു അല്ലേ. മൺസൂണിൻ്റെ കാലത്തൊക്കെ, അതായത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ആ ഒരു അല്ലേ, മഴക്കാലം എന്ന് പറയാൻ പാടില്ല, എന്നാലും മൺസൂണിൻ്റെ സമയത്ത് കൂടുതൽ ദൂരം എന്നുള്ള ശബ്ദ തരംഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ കഴിയുന്നു. അത് ശരിയാണോ തെറ്റാണോ, ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് ചോദ്യം. അത് ട്രൂ ആണ് അല്ലേ, ശരിയാണ് അല്ലേ, കറക്റ്റാണ് അല്ലേ, അതിലാർക്കും ഒരു കൺഫ്യൂഷൻ അല്ല. അങ്ങനെയെങ്കിൽ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസ്, കുറയുന്നു. എങ്ങനെ? വിത്ത് ഇൻക്രീസ് ഹ്യൂമിഡിറ്റി, ഈർപ്പം കൂടുന്നതനുസരിച്ച്, ആർദ്രത കൂടുന്നതനുസരിച്ച് ശബ്ദത്തിൻ്റെ വേഗത കുറയുന്നു എന്നാണ്. ഈർപ്പം കൂടുക അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ വേഗം കുറയാണോ ചെയ്യുക മക്കളെ? അല്ല, എന്താ സംഭവിക്കുന്നത്? കൂടുന്നു എന്നാണ് അല്ലേ. കുറയുന്നു എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം? കൂടുന്നു എന്നാക്കണം. കാരണം എന്താണ്? ഇവിടെ ഡിക്രീസ് എന്നുള്ളിടത്ത് ഇൻക്രീസ് എന്നാക്കണം. നമുക്കറിയാം ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ആ മാധ്യമം തന്നെ സാന്ദ്രത, ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ വേഗത കൂടുന്നു. ശബ്ദത്തിന് വേഗത കുറവ് വായുവിലാണ്. ഇനി വായുവിനേക്കാൾ അതിനകത്ത് ജലബാഷ്പങ്ങളൊക്കെ ഡെൻസിറ്റിയൊക്കെ കൂടി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ വേഗത ഒന്നുകൂടി കൂടും അല്ലേ. അപ്പോൾ ഡെൻസിറ്റി, സാന്ദ്രത മാറുന്നതിനനുസരിച്ച് ശബ്ദത്തിൻ്റെ വേഗതയിൽ എന്ത് ചെയ്യുന്നു? മാറ്റം വരുന്നു എന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അതും നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത സൗണ്ട് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ശരിയാണോ മക്കളെ? സൗണ്ട് ഈസ് എ, ശബ്ദം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. ശരിയാണോ? ശരിയാണെന്ന് പറഞ്ഞാൽ അടിയാണ്. നമുക്ക് എന്തായിരിക്കണം? ശബ്ദം എപ്പോഴും എന്തായിരിക്കും? ഒരു അനുദൈർഘ്യ തരംഗമാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്, അനുദൈർഘ്യ തരംഗമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു 3 ക്വസ്റ്റ്യനും പിന്നെ നേരത്തെ ഒരു 3 ക്വസ്റ്റ്യനും പിന്നെ 2, അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 8 ക്വസ്റ്റ്യനോളായി അല്ലേ. ഇപ്പോൾ ഇതെല്ലാം എത്ര മാർക്ക് എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ തരംഗ ചലനം, വേവ് മോഷൻ എന്നുള്ള ചാപ്റ്ററിനകത്ത് തന്നെ എപ്പോഴും ഇങ്ങനെ തരംഗവുമായി ബന്ധപ്പെട്ട് ഒരു വേവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് തന്നെ അവിടെ നോക്കുക. ഇഫ് ദ വേവ് ടേക്ക് 4 സെക്കൻഡ് ടു കവർ എ ഡിസ്റ്റൻസ് എന്നാണ് കൊടുത്തത് അല്ലേ. അതായത് ഈ 2 തരംഗങ്ങളും മക്കൾസ് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ആർക്കും അതൊരു പ്രോബ്ലമായി മാറാൻ പാടില്ല. അപ്പം മാക്സിമം എന്ത് ചെയ്യുക? ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. പരിശുദ്ധമായ മനസ്സോടുകൂടി പരിശുദ്ധമായ വാക്കുകളിലേക്കും ഈ പരിശുദ്ധമായ സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ നിങ്ങളെ ശ്രദ്ധ. മക്കൾ ഇവിടെ 2 തരംഗങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഏത് തരംഗമെന്ന് വെച്ച് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. അത് അനുപ്രസ്ഥ തരംഗമാണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നറിയാം. ഇനി ഈ 2 തരംഗങ്ങളും സഞ്ചരിക്കുന്നത് ഏകദേശം എത്ര ദൂരത്ത് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആണ്? 2 തരംഗങ്ങൾ സഞ്ചരിക്കുന്ന 4 സെക്കൻഡ് കൊണ്ട് 16 മീറ്റർ ദൂരം സഞ്ചരിച്ചു അല്ലേ. 16 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ നമുക്ക് ചിത്രത്തിനകത്ത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. 2ഉം 4 സെക്കൻഡാണ്. ഇനി ആദ്യത്തെ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ അവിടെ 8 മീറ്ററാണ്.
അല്ലേ, വലിയ തരംഗം. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിയാൽ തരംഗദൈർഘ്യം 4 മീറ്റർ, അതിൻ്റെ പകുതിയേ വരുന്നുള്ളൂ. കറക്റ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കിതിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കമ്പയർ ദ സ്പീഡ് ഓഫ് വേവ് ആണ്. എന്താണ് കൊടുത്തിട്ടുള്ളത്? തരംഗത്തിൻ്റെ വേഗത താരതമ്യം ചെയ്യുക. തരംഗത്തിൻ്റെ വേഗത നിങ്ങൾക്ക് അറിയാം, സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇത് ആദ്യത്തെ തരംഗം എത്ര ഡിസ്റ്റൻസ് പോയി? 16 മീറ്റർ ബൈ ടൈം എത്രയാണ്? 4 സെക്കൻഡ്. 16 4 കൊണ്ട് അടിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആദ്യത്തെ വേവിൻ്റെ, ആദ്യത്തെ തരംഗത്തിൻ്റെ ആ ഒരു പ്രവേഗം, വെലോസിറ്റി, സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ വേവ് നോക്കിക്കോളൂ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഇവിടെയും 16 മീറ്റർ തന്നെയാണ്. 16 ബൈ ടൈം 4 തന്നെയാണ്. അപ്പോൾ എന്താണ്? 4 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ, ഈ രണ്ട് വേവിൻ്റെയും സ്പീഡ്, വേഗത എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ഈക്വൽ ആണ് അല്ലേ. രണ്ടിൻ്റെയും വേഗത എന്താണ്? തുല്യമാണ് അല്ലേ. രണ്ടിൻ്റെ വേഗത എന്താണ്? തുല്യമാണ്. കറക്റ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കൂ. വിച്ച് വേവ് വിൽ ഹാവ് ദ മാക്സിമം ഫ്രീക്വൻസി അല്ലേ. ഇതിലേതാണ് മാക്സിമം ഫ്രീക്വൻസി? ഏത് തരംഗത്തിനാണ് പരമാവധി ആവൃത്തി ഉണ്ടാവുന്നത്? ഇതിലേക്ക് തന്നെ നോക്കൂ. ആവൃത്തി കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ F=N/T. ഒന്നാമത്തെ വേവിൻ്റെ ആവൃത്തി കാണാൻ ഇക്വേഷൻ F=N/T. രണ്ടാമത്തെ വേവിൻ്റെയും ഫ്രീക്വൻസി കാണാൻ F=N/T. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വേവിനകത്ത്, ആദ്യത്തെ വേവിൽ നോക്കിയാൽ 2 വേവ്, നമ്പർ ഓഫ് വേവ്സ് ആണ് എന്ന് പറയുന്നത്. ഇവിടെ 2 വേവ് വരുന്നുണ്ട്, ഇവിടെ 1 2 3 4 വേവ് വരുന്നുണ്ട്. അപ്പോൾ ഇനി കൺഫ്യൂഷൻ വേണ്ട. ആദ്യത്തേൽ 2 വേവാണ് വരുന്നത്, അപ്പോൾ 2 എന്ന് കൊടുത്തു. ബൈ ടൈം എത്രയാണ്? 4 സെക്കൻഡ്. രണ്ടാമത്തേൽ കൊടുത്തിട്ടുള്ളത് നമ്പർ ഓഫ് വേവ്സ് 4 ആണ്. ടൈം എത്രയാണ്? 4 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2/4 ആണ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 1/2 എന്ന് വരും അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ഹെഡ്സ്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് എന്നാണ്. ഇനി അടുത്ത എന്താ? 4/4 നമ്മൾ ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ രണ്ടാമത്തേൻ്റെ 1 ഹെഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യത്തേന് 0.5 ഹെഡ്സ് ആണ് നമുക്ക് കിട്ടിയുള്ളത്. രണ്ടാമത്തത് 1 ഹെഡ്സും 1 ഹെഡ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവൃത്തി ഏതിനായിരിക്കും? ഏത് തരംഗത്തിനാണ് പരമാവധി ആവൃത്തി ഉണ്ടാകുന്നത്? രണ്ടാമത്തെ ബി ആണ് അല്ലേ. അതായത് 1 ഹെഡ്സ് ആണ്. കൺഫ്യൂഷൻ അല്ലല്ലോ. അപ്പോൾ ഇതേപോലെ സംഖ്യകളൊക്കെ മാറ്റിയിട്ട്, ആ നമ്പറുകളൊക്കെ മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 6 സെക്കൻഡുള്ള തരംഗം എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ്. 6 സെക്കൻഡ് കൊണ്ട് ഈ തരംഗങ്ങളൊക്കെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ്. അപ്പോൾ 6 സെക്കൻഡുള്ള തരംഗം, അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. 6 സെക്കൻഡ് കൊണ്ട് തരംഗം എത്ര ദൂരം സഞ്ചരിച്ചു? അപ്പോൾ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് കാണുന്നതിനെ നേരെ ഗുണിച്ചാൽ പോരെ. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് വരും. ഡയറക്റ്റ് ചെയ്യുക അല്ലേ. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ എത്ര കിട്ടി? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സെക്കൻഡ് കൊണ്ട്. നമ്മൾ ക്വസ്റ്റൻ എന്താണ്? 6 ഹൗ മച്ച് ദ ഡിസ്റ്റൻസ് വിൽ ബി ട്രാവൽഡ് ബൈ 6 സെക്കൻഡ്. 6 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ഈ തരംഗം സഞ്ചരിക്കുന്നു എന്നാണ് നമ്മളെ ക്വസ്റ്റൻ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ്, ദൂരം കാണാൻ പറഞ്ഞാൽ എന്തായത്? ദൂരം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്പീഡിനെ ടൈമിനെ കൊണ്ടൊരു ഗുണിച്ചാൽ മതി. അപ്പോൾ 4 × 6 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 24 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6 സെക്കൻഡ്. ഇതൊക്കെ ഡയറക്റ്റ് അയച്ച് എങ്ങനെ ഇക്വേഷൻ ഒന്നും വേണമെന്നില്ല. ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആണ്. ഇൻറ്റു എത്ര സെക്കൻഡാണ്? 6 സെക്കൻഡ്. അപ്പോൾ എത്ര കിട്ടി? 24 മീറ്റർ എന്ന് കിട്ടി. അങ്ങനെ ഡയറക്റ്റ് ചെയ്താലും മതി. അപ്പോൾ നോക്കുക, നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാം. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഹൈറ്റ് കാണാൻ പറയാം. ഇതിൽ എത്ര വേവ് ഉണ്ട്, ഇതിൻ്റെ ഫ്രീക്വൻസി ഏതാണ്, ഇത് ഏത് വേവ്സ് ആണ്, അങ്ങനെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യനൊക്കെ വരാൻ മക്കളെ. അപ്പം ഞാനിവിടെ തന്നിട്ടുള്ള ഈ ഒരു 3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു മക്കളെ. ഈ പ്രോബ്ലം ചെയ്ത് ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കൾസ്, നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം ഒന്ന് പോസ് അടിച്ചിട്ട് ഒരു പ്രാവശ്യം കാണാതെ ചെയ്തു നോക്കുക. ഞാൻ പറഞ്ഞ വഴികളൊക്കെ എങ്ങനെയൊന്നും ഒരു 2-3 പ്രാവശ്യം കേൾക്കണം കേട്ടോ. ആരും മടി കാണിക്കരുത് മക്കളെ. ഇത് പരീക്ഷയ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് ടെസ്റ്റ് പോലെ ഒരു ക്വസ്റ്റ്യനൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതും ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കൾ ഇതിൽ നോക്കൂ. എന്താണ് ഇതിലെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഒരു ശബ്ദത്തിൻ്റെ പ്രതിധ്വനി 3 സെക്കൻഡുകൾക്ക് ശേഷം, 3 സെക്കൻഡിന് ശേഷം കേൾക്കുന്നുവെങ്കിൽ ശബ്ദത്തിൻ്റെ ഉറവിടവും പ്രതിഫലനത്തിനും തമ്മിലുള്ള ദൂരം എത്രയാണ്? വായുവിലെ ശബ്ദത്തിൻ്റെ വേഗം നമുക്ക് 340 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് അല്ലേ. എക്കോ ഓഫ് സൗണ്ട് ഈസ് ഹിയർഡ് ആഫ്റ്റർ 3 സെക്കൻഡ്. 3 സെക്കൻഡ് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു? എക്കോ കേൾക്കുന്നു. ഹലോ ഹലോ ഹലോ.
നമുക്കിങ്ങനെ 3 സെക്കൻഡിന് ശേഷം എന്ത് ചെയ്യുന്നു, ജമ്പാ ഹോ 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 ദൂരത്തൊരു ശബ്ദം തട്ടിയിട്ട് എന്ത് ചെയ്യാണ്, തിരിച്ചു വരണം. മുന്നാന്ന് വിളിക്കുമ്പോൾ ലൈലാ ദൂരത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുന്ന ആ സൗണ്ട്. അപ്പോൾ എക്കോ സൗണ്ട് ഈസ് ഹിയർഡ്. 3 സെക്കൻഡിന് ശേഷമാണ് സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫസ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കുട്ടി ഇവിടുന്ന് ശബ്ദം ഉണ്ടാക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ദൂരത്ത് എന്താണ് വലിയൊരു മലകളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ ഈ ശബ്ദം ഇവിടെ തട്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാണ്. എത്ര സെക്കൻഡ് സമയമെടുത്ത്? 3 സെക്കൻഡ് സമയം. അപ്പോൾ ഒരു കുട്ടി ഇവിടുന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആ ശബ്ദം ഇവിടെ ചെന്ന് തട്ടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അതിന് എത്ര സമയമെടുത്തു? 3 സെക്കൻഡ് സമയമെടുത്തു. അങ്ങനെയെങ്കിൽ എന്താണ് കൊടുത്തുള്ളത്? ദെൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്നാണ്. നമുക്ക് ആ ശബ്ദവും അതേപോലെ തന്നെ ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആളും ആ ശബ്ദം തട്ടി തിരിച്ചു വരുന്ന ആ പ്രതിഫലനം തന്നെ എത്ര ദൂരം ഉണ്ട് എന്നാണ് കാണേണ്ടത്. കാണാൻ വളരെ ഈസിയാണ്, ഒരു കുഴപ്പമില്ല. എന്താണ് ഇവിടെ നോക്കുക, ശബ്ദത്തിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇവിടെ ക്വസ്റ്റിനകത്ത് 340 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനകത്ത് ശബ്ദത്തിൻ്റെ വേഗം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് ഇൻറ്റു എന്താണ്, ടൈമാണ്. സ്പീഡ് എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. സമയം എത്രയായിരുന്നു? 3 സെക്കൻഡ്. അപ്പോൾ 340നെ നമ്മൾ 3നെ കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുകയാണ്. അപ്പോൾ 34നെ 3നെ കൊണ്ട് ഗുണിച്ച് എത്ര കിട്ടി? 3 4 12 2 ബാക്കി 1 3 9 10 10 2 എന്ന് കിട്ടി. 102 എന്ന് കിട്ടി. ഒരു 0 ചേർക്കണം അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 10 2 0 എന്ന് കിട്ടി. ഇത്രയും ദൂരമാണ് ശബ്ദം സഞ്ചരിച്ചത്. അപ്പോൾ നോക്കുക, അപ്പോൾ നമ്മൾ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എന്താ കൊടുത്തുള്ളത്? എത്ര ദൂരം സഞ്ചരിച്ചു? ഇപ്പോൾ അതായത് 1020 മീറ്റർ ദൂരം സഞ്ചരിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, 1000 മീറ്റർ ദൂരം ശബ്ദം സഞ്ചരിച്ചു. അതായത് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും തിരിച്ചു വരണം അല്ലേ? അപ്പോൾ അതിന് നേർ പകുതി എടുത്താൽ പോരെ? അപ്പോൾ 1020, അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1020ൻ്റെ പകുതി 2നെ കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് മക്കൾ ഇവിടെ നോക്കുക, ഈ ശബ്ദം ഇവിടുന്ന് ശബ്ദം പുറപ്പെടുവിച്ചു. ഈ ശബ്ദം ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ തട്ടി നേരെ തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ അതിന് എത്ര ദൂരം സഞ്ചരിച്ചു? എത്ര ദൂരം സഞ്ചരിച്ച്? 1020 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ഇങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്നു. അങ്ങനെയെങ്കിൽ അല്ലേ, ശബ്ദം ഇവിടെ പോയി ഇവിടെയും വന്നു. അപ്പോൾ അതിൻ്റെ പകുതി എടുത്താൽ പോരെ? അപ്പോൾ എത്ര ഡിസ്റ്റൻസാണ് ശബ്ദ സ്രോതസ്സും അതേപോലത്തെ റിഫ്ലക്റ്റിംഗ് സർഫസും എത്ര ഡിസ്റ്റൻസ് ആണെന്ന് ചോദിച്ചാൽ അതിനെ നേർ പകുതി എടുത്താൽ മതി. അപ്പോൾ 10ൻ്റെ പകുതി എത്രയാണ്? നമുക്ക് 1020ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ മതി. നേരെ ഡിവൈഡ് ചെയ്യല്ലേ? ഇവിടെ എത്ര 5 കിട്ടി. ഇവിടെ എത്ര കിട്ടും? 20 എത്ര 10 കിട്ടും. അപ്പോൾ നേരെ അതിൻ്റെ പകുതി എത്രയാണ്? 510 മീറ്റർ അല്ലേ? 510 അല്ലേ? 1020 എന്ന് പറഞ്ഞാൽ 1000ൻ്റെ പകുതിയാണ് 500. 10ൻ്റെ പകുതി 20ൻ്റെ പകുതി പറഞ്ഞാൽ 10. അപ്പോൾ 510 മീറ്റർ ദൂരമാണ് ഈ ശബ്ദ സ്രോതസ്സും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. മക്കൾ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, എക്കോമായി പ്രതിധ്വനിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വരും. അങ്ങനെയെങ്കിൽ ഈ ശബ്ദ സ്രോതസ്സും അതേപോലെ തന്നെ ഈ റിഫ്ലക്റ്റിംഗ് ഏരിയ, അതായത് എവിടെയാണോ തട്ടി തിരിച്ചു വരുന്നത് ആ ദൂരം കാണാൻ പറഞ്ഞാൽ നമുക്കത് അതിന് നേർ പകുതി എടുത്താൽ മതിയല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് അപ്പോൾ പ്രതിധ്വനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം എപ്പോഴും വരാൻ സാധ്യത ഉണ്ട് എൻ്റെ പൊന്നു മക്കളെ. അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എടുക്കാം. അടുത്ത നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദ സ്രോതസ് വരുന്ന ശബ്ദം മൂലമുണ്ടാകുന്ന വായുവിലെ മർദ്ദത്തിന് തുടർച്ചയായി മാറ്റുന്ന ഒരു ഗ്രാഫിക് നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫിക് ചിത്രീകരണം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്, അനുപ്രസ്ഥ തരംഗത്തിൻ്റെ ആ ഒരു ഗ്രാഫിക് ചിത്രം എങ്ങനെയാണ് അല്ലേ? അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് താഴെ ഒരു ഗ്രാഫ് എന്ത് ചെയ്തു, ഒരു വേവ് നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഉള്ളത് CR എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ സാധാരണ ഒരു വേവ് വരുമ്പോൾ ഏതാണ്? ഇത് ശൃംഗം, ഇത് ഗർത്തം, ഇത് ക്രസ്റ്റ്, ഇത് ട്രഫ്, അങ്ങനെയാണ് പറയുക അല്ലേ? അപ്പോൾ ഇതുമായി താരതമ്യം ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് സാധാരണ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കൾ ഇങ്ങോട്ട് നോക്കുക. നമ്മൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ CR എന്നിവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു അല്ലേ? വാട്ട് ഡു ദ C ആൻഡ് R റെപ്രസെൻ്റ് എന്നാണ്. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ C എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടിയ മേഖല, കംപ്രഷനാണ്. R എന്ന് പറഞ്ഞാൽ മർദ്ദം കുറഞ്ഞ മേഖല, റെയർ ഫാക്ഷനാണ്. അപ്പോൾ അത് ഇതിന് നോക്കുക. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത് ശൃംഗമാണ്, അതായത് ക്രസ്റ്റാണ്. ഇനി റെയർ ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഏതായിരിക്കും? അത് ട്രഫാണ്.
അല്ലേ, മർദ്ദം കുറഞ്ഞ മേഖല. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ കംപ്രഷൻ, ഇനി ആർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, കംപ്രഷൻ എന്ന് ഓർത്ത് വയ്ക്കുക. കംപ്രഷൻ അതായത് മർദ്ദം കൂടിയ മേഖല, മർദ്ദം കൂടിയ മേഖല എന്നൊക്കെ പറയാം. ഇനി ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റെയർ ഫാക്ഷൻ എന്നാണ്, മർദ്ദം കുറഞ്ഞ മേഖല. ആർ എന്ന് പറഞ്ഞാൽ ഏതാണ്, മർദ്ദം കുറഞ്ഞ മേഖല, റെയർ ഫാക്ഷൻ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതാണ് വരുന്നത് മക്കളെ. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ തരംഗത്തിൻ്റെ ആവൃത്തി 0.2 സെക്കൻഡാണ്. അപ്പോൾ ഈ തരംഗത്തിൻ്റെ ആവൃത്തി 0.2 സെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ വേഗത കണക്കാക്കുക. അപ്പോൾ ഈ തരംഗത്തിൻ്റെ ആവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തരംഗത്തിൻ്റെ ആവൃത്തി എന്ന് പറഞ്ഞാൽ F = 0.2 ഹെഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അല്ലേ, ഇതിൻ്റെ ആവൃത്തി 0.2 ഹെഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്പീഡ്, വേഗത കാണണം അല്ലേ. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഇസ് 0.2 ഹെഡ്സ് തന്നിട്ടുണ്ട്. അങ്ങനെ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ V = F ലാംഡ. ഇങ്ങനെ ഒരു ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വേവുമായി ബന്ധപ്പെട്ട് വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ ഫ്രീക്വൻസിയും തരംഗതായിരിക്കും, വേവ് ലെങ്ത് തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ, പ്രവേഗമൊക്കെ കാണാൻ പറഞ്ഞാൽ V = F ലാംഡ. ഇതാണ് നമ്മൾ ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ എഫ് എന്ന് പറഞ്ഞാൽ 0.2 ഹെഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻറ്റു ലാംഡ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തരംഗദൈർഘ്യം, ഈ ദൂരമാണ്. ഇത് എത്ര മീറ്ററാണ്, 1 മീറ്ററാണ്. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ തരംഗദൈർഘ്യം. അറിയാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്, തരംഗദൈർഘ്യം. അപ്പോൾ ലാംഡ = 1 മീറ്റർ എന്ന് കിട്ടി. ഇനി F = 0.2 ഹെഡ്സ് ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വെലോസിറ്റി ആണ് നേരെ ഇക്വേഷൻ ചെയ്താൽ ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ 0.2 × 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടി, 0.2 തന്നെ. ഇനി വെലോസിറ്റി എന്താ, മീറ്റർ പെർ സെക്കൻഡ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്തുകൂടാ മക്കളെ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെലോസിറ്റി കാണാനാണ്. വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ മക്കൾസെ ഓർത്ത് വയ്ക്കുക, V = F ലാംഡ. ആ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ന് വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് ദിസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഏത് തരത്തിലുള്ള തരംഗമാണ്, നമുക്കറിയാം ഇത് ഏത് തരംഗമാണ്, ഇതൊരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ഏതാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ, അനുദൈർഘ്യ തരംഗം. ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അനുദൈർഘ്യ തരംഗങ്ങളാണ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ മോർ എക്സാമ്പിൾ ഓഫ് ഈ വേവ് എന്നാണ്. അപ്പോൾ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് വേവ്സിന് എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എന്താ പറയുക, ഒന്ന് സൗണ്ട് വേവ് തന്നെ പറയാം അല്ലേ, ഒന്ന് സൗണ്ട് വേവ് എന്ന് പറയാം. മറ്റൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, സീസ്മിക് വേവ്സ്, ഭൂകമ്പ തരംഗം അല്ലേ, ഭൂമി കുലുക്കം, എർത്ത് വേക്കിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വേവ്സൊക്കെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, സീസ്മിക് വേവ് എന്നൊക്കെ പഠിക്കണില്ലേ. അപ്പോൾ സീസ്മിക് വേവ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന് എക്സാമ്പിളാണ്. ഇനി സ്ലിങ്കിയുടെ ചലനം എന്നൊക്കെ പറഞ്ഞാൽ, സ്ലിങ്കി എന്നാൽ സ്പ്രിങ് പോലെ, അതിൻ്റെ ഒരു മോഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താണ്, ഈ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നോക്കുക മക്കളെ, ഇത്രയും ക്വസ്റ്റ്യനാണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പൊന്നു മക്കൾ, ഇതിനകത്ത് ഏകദേശം ഒരു 6-7 ക്വസ്റ്റ്യൻ, അതിനകത്ത് തന്നെ സബ് ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏകദേശം എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഫൈൻഡ് ദ റിലേഷൻ വരും, അതോടൊപ്പം ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഇല്ലേ, പിന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ. പിന്നെ നമുക്കൊരു ഗ്രാഫ്, വേവുമായി ബന്ധപ്പെട്ട ഫ്രീക്വൻസി കാണാനും സ്പീഡ് കാണാനും വെലോസിറ്റി അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ വരാം. അതോടൊപ്പം തന്നെ നമുക്ക് എക്കോവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വരാം. എക്കോവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് കേട്ട സൗണ്ട് വീണ്ടും കേൾക്കണം. അപ്പോൾ സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് വരുന്നു. അപ്പോൾ 2 ഡിസ്റ്റൻസ് വന്നു, ബൈ ടൈമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് ഈസിക്കൽ ഡിസ്റ്റൻസ് ബൈ ടൈം, ആ ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് ചെയ്താൽ മതി. ഇനി അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു തരംഗം തന്നിട്ട് അതിൻ്റെ താഴെ ഒരു വേവ് നമുക്ക് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ വരാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനെ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒറ്റയ്ക്കൊന്ന് പരീക്ഷ എഴുതാൻ നമ്മൾ ശ്രമിച്ചു നോക്കാം മക്കൾസെ. കാരണം ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് പരീക്ഷാ കാലങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ഒറ്റ പ്രാവശ്യം ചെയ്യുക. ഒരു പ്രാവശ്യം കേൾക്കുന്നതിനൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം കേൾക്കുന്നു, പോസ് അടിക്കുന്നു, അത് ഒറ്റയ്ക്കൊന്ന് ട്രൈ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്ത് ശരിയാണോ എന്ന് നോക്കുക. വളരെ നന്നായിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും വേണ്ടില്ല, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരമായിരിക്കും മക്കളെ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ അല്ലെങ്കിൽ എത്രത്തോളം ചെയ്യാൻ പറ്റി, അതോടൊപ്പം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ
നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഓരോ കമൻറ്റിലാണ് ഞങ്ങളെപ്പോലത്തെ ഓരോ ടീച്ചേഴ്സിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു മക്കൾസ്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഇനി മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിയാലും കുഴപ്പമില്ല, നിങ്ങളെന്ത് ചെയ്യുക, ഇനി അവിടെ നിന്നിട്ടുള്ള ദിവസം നമ്മൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോകും. നമുക്ക് എന്ത് ചെയ്യാം, ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. ഇതിൻ്റെ ആൻസർ എത്രയെന്നുള്ള താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഓക്കെ, ബൈ.